വയനാട് ദുരന്തത്തെക്കുറിച്ച് ശരിയായ പഠനം നടത്തി ഇനി ഇത്തരമൊരു ആഘാതം ഇല്ലാതാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റും മുൻ MP-യുമായ MV ശ്രേയംസ് കുമാർ പറഞ്ഞു. ചാലക്കുടിയിലെ പരിസ്ഥിതി പൊതുപ്രവർത്തന സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന സാണ്ടർ കെ തോമസിന്റെ 12ാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ശ്രേയംസ് കുമാർ. ചെറുകിട വ്യവസായങ്ങളെ ഇത്രയധികം പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന മന്ത്രി P. രാജീവ് ഈ അവാർഡിന് ഏറെ അർഹനാണെന്നും ശ്രേയംസ് കുമാർ അഭിപ്രായപ്പെട്ടു. ഓരോ അവാർഡുകളും കൂടുതൽ എളിമയോടെ പ്രവർത്തിക്കുവാനാണ് പ്രേരിപ്പിക്കുന്നതെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, MK ഭാസ്കരൻ, DO പൈലപ്പൻ, KS അശോകൻ, ജോയ് മൂത്തേടൻ, റഹീം വലിയ വീട്ടിൽ, CB K തോമസ്, IA റപ്പായി, ജോർജ് V ഐനിക്കൽ, ജെയ്സൺ മാണി, AL കൊച്ചപ്പൻ, ജോസ് പൈനാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എന്നോടൊരാൾ ചോദിച്ചു, വളരെ പ്രധാനപ്പെട്ട ഒരാൾ, ഞാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു വലിയ സംസാരം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ജനങ്ങളാണോ മരങ്ങളാണോ? നമ്മൾ ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് ജീവനോട് ഉണ്ടെങ്കിൽ മരങ്ങൾ വേണം, ഓക്സിജൻ കണ്ടുപിടിച്ചില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും മറന്നു, നമ്മളെല്ലാം ഗ്ലോബൽ വാർമിംഗ് അത് മാക്രോ ലെവലിലുള്ള ചേഞ്ചസ് ആണ്. സൂക്ഷ്മതലത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ലഭിക്കുക വഴി എൻ്റെ ഉത്തരവാദിത്വം കുറെ കൂടി വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. പാർലമെന്റ് അംഗമായിരുന്ന സന്ദർഭത്തിൽ PKVയുടെയും AC ഷൺമുഖദാസിന്റെയും കഴിവോട് മാറ്റക പേരിലുള്ള അവാർഡുകൾ ലഭിച്ചിരുന്നു. അതും ഓരോ അവാർഡ് ഏറ്റുവാങ്ങുമ്പോഴും കുറെ കൂടി വിനയത്തോടെ കൂടുതൽ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്.